കോവിഡിനെ തുടർന്നുള്ള ലോക്ക്ഡൗൺ സമയത്ത് ഈ രാജ്യത്ത് പലയിടത്തും പോലീസ് രാജാണ് അരങ്ങേറിയത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയുള്ള ഭീഷണി, അകാരണമായ മർദ്ദനം. കേരളത്തെക്കാളും ഭയാനകമായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥിതി. അങ്ങനെ ഒരു ലോക്ക്ഡൗൺ കാലത്താണ് തമിഴ്നാട് തൂത്തുക്കുടിയെ നടുക്കിയ ആ സംഭവം അരങ്ങേറിയത്. തൂത്തുക്കുടി സാത്താൻകുളത്ത് നിയന്ത്രണം ലംഘിച്ച് കട തുറന്നതിന് തടി വ്യാപാരിയെയും മകനെയും കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയ കേസ്. സാത്താൻകുളം കസ്റ്റഡി കൊലയിൽ 9 പോലീസുകാർക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നായിരുന്നു മധുര ജില്ലാ കോടതിയുടെ നിരീക്ഷണം. ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോവിഡ് സമയത്ത് ലോക്ക്ഡൌൺ ലംഘിച്ച് കട തുറന്നതിന് കസ്റ്റഡിയിലായ തടി വ്യാപാരി ജയരാജനും മകൻ ബെനിക്സുമാണ് പോലീസ് കസ്റ്റഡിയിലെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്. കോവിഡ് ലോക്ക്ഡൌണിൽ കട അടച്ചില്ലെന്ന് ആരോപിച്ചാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വ്യാപാരികളായ ഇവരെ രാത്രി മുഴുവൻ പ്രതികളായ പോലീസുകാർ സ്റ്റേഷനിലിട്ട് മൃഗീയമായി മർദ്ദിച്ചു. 3ാം മുറ പ്രയോഗിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഒരു ഇൻസ്പെക്ടർ, 2 സബ് ഇൻസ്പെക്ടർമാർ, 2 ഹെഡ് കോൺസ്റ്റബിൾമാർ, 4 കോൺസ്റ്റബിൾമാർ എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കസ്റ്റഡി കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഇൻസ്പെക്ടർ ശ്രീധറിന് വിവിധ വകുപ്പുകളിൽ 2 വധശിക്ഷയും 84 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ജീവപര്യന്തം ശിക്ഷ പര്യാപ്തമല്ലെന്നും എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഭാവിയിൽ കസ്റ്റഡി കൊലകൾ സംഭവിക്കാതിരിക്കാനുള്ള താക്കീതായി ശിക്ഷ മാറണമെന്നും കോടതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.